ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന 18ാമത്തെ ചാപ്റ്ററിൻ്റെ ലെറ്റസ് അസസ് എന്ന ഹെഡിങ്ങിൻ്റെ താഴെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും M4E ലേണിങ്ങിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് ടു ദോസ് റിലേറ്റഡ് ടു കോൺകേവ് മിറേഴ്സ് ആൻഡ് കോൺവെക്സ് മിറേഴ്സ് ആൻഡ് ടാബുലേറ്റ് ദം അക്കോർഡിംഗ്ലി. അതായത് താഴെ കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് നോക്കി മനസ്സിലാക്കി ഏത് മിററുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ആദ്യം തന്നെ ടു വ്യൂ ദ ഫേസ്, നമ്മൾ മുഖം നോക്കുന്നത് ഏത് തരം മിററിലാണ്? കോൺകേവ് ആണോ, കോൺവെക്സ് മിററാണോ, അതോ മറ്റേതെങ്കിലും മിററാണോ? ഏതാണ്? പ്ലെയിൻ മിററിലാണ് നമ്മൾ മുഖം നോക്കാറ് അല്ലേ? എന്നാൽ മേക്കപ്പ് മിററായിട്ട് ഉപയോഗിക്കുന്നത് ഏത് മിററാണ്? കോൺകേവ് മിററാണ്. ഓക്കെ, സോ മുഖം നോക്കാൻ പ്ലെയിൻ മിററും നമുക്ക് യൂസ് ചെയ്യാം, അതേപോലെ കോൺകേവ് മിററും യൂസ് ചെയ്യാം. കാരണം മേക്കപ്പ് മിററായിട്ട് നമ്മൾ കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുഖം നോക്കാനും കോൺകേവ് മിറർ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ പ്ലെയിൻ മിറർ മാത്രമല്ല കോൺകേവ് മിററും നമുക്ക് മുഖം നോക്കാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, നോർമൽ കേസിൽ ജനറലി മുഖം നോക്കുന്നത് പ്ലെയിൻ മിററിലാണ്, എന്നാൽ മേക്കപ്പ് മിററായിട്ട് യൂസ് ചെയ്യുന്നത് കോൺകേവ് മിററാണ്. ഓക്കെ, നൗ ആസ് റെയർ വ്യൂ മിറേഴ്സ് ഇൻ വെഹിക്കിൾസ് അല്ലെങ്കിൽ വാഹനങ്ങളിൽ റെയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് മിററാണ്. ഓക്കെ, ഇനി സോളാർ കോൺസെൻട്രേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. എന്തുകൊണ്ടാണ്? കൺവേർജിങ് മിററാണ് നമ്മൾ സോളാർ കോൺസെൻട്രേറ്റേഴ്സിൽ ഉപയോഗിക്കുന്നത് അല്ലേ? ഏത് മിററാണ് കൺവേർജിങ് മിറർ? കോൺകേവ് മിററാണ്. ഇനി പെരിസ്കോപ്പുകളിൽ ഉപയോഗിക്കുന്നത് ഏത് തരം മിററാണ്? പ്ലെയിൻ മിററാണ്. ഓക്കെ, ഇനി ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നതും ഏതാണ്? കോൺകേവ് മിററാണ്. അപ്പോൾ മേക്കപ്പ് മിററും അതേപോലെ ഷേവിംഗ് മിററും രണ്ടും കോൺകേവ് മിററാണ്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺവെക്സ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 12 സെൻറ്റിമീറ്റർ. അതായത് ഒരു കോൺവെക്സ് മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കണം. അതിൻ്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? 12 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഫോക്കൽ ലെങ്ത്. ഓക്കെ, സോ ഫോക്കൽ ലെങ്ത്തും റേഡിയസ് ഓഫ് കർവേച്ചറും തമ്മിലുള്ള ബന്ധം എന്താണ്? എഫ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു R/2. ഇതിൽ R എന്ന് പറയുന്നതാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അങ്ങനെയെങ്കിൽ ആറിനെ നമുക്ക് എന്താണെന്ന് പറയാം? R ഇസ് ഈക്വൽ ടു 2F എന്ന് പറയാലോ. ഇവിടെ എഫ് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ R എന്തായിരിക്കും? 2 × 12 സെൻറ്റിമീറ്റേഴ്സ് അല്ലേ? അതായത് 24 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഏത് മിററാണ്? കോൺവെക്സ് മിററാണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ റേ ഓഫ് ലൈറ്റ് ഇസ് മെയ്ഡ് ടു ഫോൾ ഓൺ ദ പോൾ ഓഫ് എ കോൺകേവ് മിറർ മേക്കിംഗ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് ദ പ്രിൻസിപ്പൽ ആക്സിസ്. വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ, ഡ്രോ ദ റേ ഡയഗ്രാം. അതായത് ഒരു കോൺകേവ് മിററിൽ പോളിലാണ് ഇൻസിഡൻറ്റ് റേ വന്ന് വീഴുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? 30 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്തായിരിക്കും? ഇൻസിഡൻറ്റ് റേ പോളിലാണ് വന്ന് പതിക്കുന്നതെങ്കിൽ അതെങ്ങനെയായിരിക്കും റിഫ്ലക്റ്റ് ചെയ്യുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയി വരുന്ന രീതിയിലാണ് റിഫ്ലക്ഷൻ സംഭവിക്കുക. ഓക്കെ, സോ ഇവിടെ 30 ഡിഗ്രീസ് തന്നെ ആയിരിക്കും എന്ത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും. ഇതിൻ്റെ കാരണം എന്താണ്? പോളിൽ വന്ന് പതിക്കുന്ന ഇൻസിഡൻറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന രീതിയിലാണ് തിരിച്ചു പോകുന്നത്. ഓക്കെ, ഇനി ഡ്രോ ദ റേ ഡയഗ്രാം. ഇതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെയിരിക്കും? ദാ ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെയാണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ഈ കാണുന്നത്. ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇത് ഇൻസിഡൻറ്റ് ആംഗിൾ, ഇത് റിഫ്ലക്റ്റഡ് ആംഗിൾ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
നാലാമത്തെ ചോദ്യം ഇതാണ്, വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഓൾവേസ് ഗീവ്സ് ആൻ ഇറക്റ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ്? എപ്പോഴും ഇറക്റ്റും ഡിമിനിഷ്ഡും ആയിട്ടുള്ള, അതായത് നേരെയുള്ളതും എന്നാൽ വളരെ ചെറുതുമായിട്ടുള്ള ഇമേജ് നൽകുന്ന മിറർ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? കോൺവെക്സ് മിറർ ആണ്. ഓക്കെ, കോൺവെക്സ് മിറർ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഇമേജ് വെർച്വൽ ആയിരിക്കും. അതായത് നമുക്കൊരു സ്ക്രീനിൽ ഇതിനെ പതിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ, വെർച്വൽ ഇറക്റ്റ് ഡിമിനിഷ്ഡ് ഇമേജ് ആണ് കോൺവെക്സ് മിറർ ഫോം ചെയ്യുന്നത്. എന്നാൽ കോൺകേവ് മിറർ എങ്ങനത്തെ ഇമേജ് ആണ് ജനറലി ഫോം ചെയ്യുന്നത്? എങ്ങനത്തെ ഇമേജ് ആയിരിക്കും? റിയലും അതേപോലെ ഇൻവേർട്ടഡും അതേപോലെ എൻലാർജ്ഡും ആയിട്ടുള്ള ഇമേജ് ആണ് കോൺകേവ് മിറർ ഫോം ചെയ്യുന്നത്. കോൺകേവ് മിറർ ആണെങ്കിൽ റിയൽ ആണ്, അതേപോലെ ഇൻവേർട്ടഡ് ആണ്, പിന്നെന്താണ്? എൻലാർജ്ഡ് ആണ്. ഓക്കെ, കോൺവെക്സ് മിറർ ആണെങ്കിൽ വെർച്വൽ ഇറക്റ്റ് ഡിമിനിഷ്ഡ്. ക്ലിയർ ആയല്ലോ? ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ സ്ഫെറിക്കൽ മിറർ ഗെറ്റ്സ് റിഫ്ലക്റ്റഡ് എലോങ് ദ സെയിം പാത്ത്. അതായത് സ്ഫെറിക്കൽ മിററിൽ വന്ന് പതിക്കുന്ന ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് സെയിം പാത്തിലൂടെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇഫ് സോ ഷോ ദ ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ ദ മിറർ. അതായത് അതിൻ്റെ റേ ഡയഗ്രാം വരച്ച് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ഇൻസിഡൻറ്റ് ലൈറ്റ് സ്ഫെറിക്കൽ മിററിൽ വന്ന് വീണ ശേഷം അതേ പാത്തിലൂടെ തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെയെങ്കിൽ ആ ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അത് ആ മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്ന ഇൻസിഡൻറ്റ് ലൈറ്റാണ്. എങ്കിൽ മാത്രമാണ് റിഫ്ലക്ഷന് ശേഷം അത് അതേ പാത്തിൽ തന്നെ തിരിച്ചു പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ അതേപോലെ അതിൻ്റെ റേ ഡയഗ്രാം വരക്കാലോ. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ, ഇത് ഫോക്കസ്, ഇത് പോള്. സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ ഇൻസിഡൻറ്റ് റേ വരുന്നു, സെയിം പാത്തിലൂടെ തന്നെ റിഫ്ലക്റ്റഡ് റേ പോകുന്നു. ക്ലിയർ ആയില്ലേ? ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒ എ ഇസ് എ റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ഓൺ എ കോൺകേവ് മിറർ. ഒരു കോൺകേവ് മിററിൽ വന്ന് വീഴുന്ന ഇൻസിഡൻറ്റ് റേ ആണ് ഒ എ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഡ്രോ ദ പാത്ത് ഓഫ് റിഫ്ലക്റ്റഡ് റേ. അങ്ങനെയെങ്കിൽ റിഫ്ലക്റ്റഡ് റേയുടെ പാത്ത് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ കേസിൽ ഇൻസിഡൻറ്റ് റേയിൻ്റെ പ്രത്യേകത എന്താണ്? അത് പോളിലല്ല വന്ന് വീഴുന്നത്, അത് പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന ഇൻസിഡൻറ്റ് റേ അല്ല, അതേപോലെ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്ന ഇൻസിഡൻറ്റ് റേയും അല്ല, അതേപോലെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലും അല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ റിഫ്ലക്റ്റഡ് റേ വരയ്ക്കാനായിട്ട് പറ്റും? എവിടെയാണോ ഈ ലൈറ്റ് വന്ന് ഇൻസിഡൻ്റ് ആയിട്ടുള്ളത് ആ പോയിന്റിൽ നമുക്ക് നോർമൽ വരയ്ക്കാൻ പറ്റണം. ഓക്കെ, നോർമൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിഫ്ലക്റ്റഡ് റേ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. സോ ഇവിടെ നോർമൽ എങ്ങനെ വരയ്ക്കും? ഏതൊരു മിററിലേക്കും ഇൻസിഡൻറ്റ് റേ വന്ന് വീണ് കഴിഞ്ഞാൽ ആ പോയിന്റിൽ നോർമൽ വരയ്ക്കാനായിട്ട് ഈ ഇൻസിഡൻറ്റ് റേ വന്ന് വീണ ആ പോയിന്റും സെൻറ്റർ ഓഫ് കർവേച്ചറും തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. ഇവിടെ കിട്ടുന്നതാണ് നോർമൽ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഏതാണ്? ദാ ഈ കാണുന്നതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഒരു പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മെഷർ ചെയ്യുക. ആ സെയിം മെഷർമെൻറ്റ് തന്നെ നോർമലിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്കും പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആംഗിളാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ഈ കാണുന്നതാണ് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സോ ഇവിടെ ആദ്യം നമ്മൾ നോർമൽ വരയ്ക്കണം. നോർമൽ വരയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? എവിടെയാണോ ഇൻസിഡൻറ്റ് റേ വന്ന് വീണത് ആ പോയിന്റിൽ നിന്നും സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യുക. അതായിരിക്കും നോർമൽ. അതിനുശേഷം ഇൻസിഡൻറ്റ് ആംഗിൾ മെഷർ ചെയ്യുക. ഇതേ ആംഗിൾ തന്നെ ഇപ്പുറത്തെ സൈഡിൽ മെഷർ ചെയ്ത് ഒരു റേ കംപ്ലീറ്റ് ചെയ്യുക. ഈ ആംഗിൾ ആയിരിക്കും എന്ത്? റിഫ്ലക്റ്റഡ് ആംഗിൾ. അതേപോലെ ഇവിടെ നമുക്ക് കിട്ടിയ ലൈൻ ആയിരിക്കും റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നത്. ഇനി ഓൺ വാട്ട് ബേസിസ് ഡിഡ് യു മാർക്ക് ദ റിഫ്ലക്റ്റഡ് റേ? ഈ റിഫ്ലക്റ്റഡ് റേ നമ്മൾ എന്ത് ബേസിസിലാണ് മാർക്ക് ചെയ്തത്? നമുക്കറിയാം ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണെന്നല്ലേ. ആ ഒരു ബേസിസിലാണ് നമ്മളിത് മാർക്ക് ചെയ്തത്. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കറക്റ്റായിട്ട് നെക്സ്റ്റ് സ്ലൈഡ്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടി നോക്കാം. സോ ഇവിടെ ഇൻസിഡൻറ്റ് റേ കോൺകേവ് മിററിൽ വന്ന് വീഴുന്ന പോയിൻ്റാണ് എ എന്ന് പറയുന്നത്. നോർമൽ വരയ്ക്കാൻ വേണ്ടി എയിൽ നിന്നും സിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കുക.
സോ ഇതായിരിക്കും നോർമൽ. അതിനുശേഷം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മൾ മെഷർ ചെയ്യുക ഒരു പ്രൊട്രാക്ടർ യൂസ് ചെയ്ത ശേഷം. ഈ മെഷർമെൻറ്റ് എന്താണോ അതേ മെഷർമെൻറ്റ് തന്നെ ഇപ്പുറത്തെ സൈഡിലേക്കും നമ്മൾ പ്രൊട്രാക്ടറിൽ എടുക്കണം. അപ്പോൾ കിട്ടുന്ന ആ പോയിന്റിലെ ആ പോയിന്റും ഈ എയും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് റിഫ്ലക്റ്റഡ് റേ കിട്ടും. മനസ്സിലായല്ലോ? ഇനി ഈ റിഫ്ലക്റ്റഡ് റേ നമ്മൾ വരച്ചത് എന്ത് ബേസിസിലാണ്? ഇൻ മിറേഴ്സ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ സെയിം. അതായത് ഏത് മിറർ എടുത്താലും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആണ്. അതേപോലെ ദ നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ഇസ് പാസ്ഡ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന നോർമൽ എന്ന് പറയുന്നത് എപ്പോഴും സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്യുന്നതായിരിക്കും. ദ ആംഗിൾ ബിറ്റ്വീൻ റേ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ദ നോർമൽ ഇസ് സെയിം ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് റേ ഓഫ് റിഫ്ലക്ഷനും നോർമലും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തന്നെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ മെഷർമെൻറ്റും. ഓക്കെ, അതായത് എപ്പോഴും ഒരു മിററിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ ടൈപ്പ് ഓഫ് മിറേഴ്സ് ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഇമേജസ്. ഓക്കെ, ഒന്നാമത്തേത് റിയൽ ആൻഡ് മാഗ്നിഫൈഡ്. റിയലും മാഗ്നിഫൈഡും ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏത് ടൈപ്പ് മിററാണ് യൂസ് ചെയ്യേണ്ടത്? കോൺകേവ് മിറർ യൂസ് ചെയ്യണം അല്ലേ? എന്നാൽ വെർച്വലും മാഗ്നിഫൈഡും ആണെങ്കിൽ ഏത് മിറർ യൂസ് ചെയ്യണം? കോൺകേവ് മിറർ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. കോൺകേവ് മിററിൻ്റെ ആ ലാസ്റ്റ് കേസിലെ അതാണ് വെർച്വലും മാഗ്നിഫൈഡും ആയിട്ടുള്ള ഇമേജ് നൽകുന്നത്. സോ കോൺകേവ് മിറർ നോർമലി റിയലും അതേപോലെ ഇൻവേർട്ടഡും മാഗ്നിഫൈഡും ആയിട്ടുള്ള ഇമേജാണ് നൽകുന്നത്. എന്നാൽ സ്പെഷ്യൽ കേസസിൽ വെർച്വലും അതേപോലെ മാഗ്നിഫൈഡും ആയിട്ടുള്ള ഇമേജ് നൽകുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഈ മാഗ്നിഫൈഡ് എന്ന വാക്കാണ്. മാഗ്നിഫൈഡ് ഇമേജ് ആണെങ്കിൽ അത് ഏത് മിററായിരിക്കും? കോൺകേവ് മിറർ ആയിരിക്കും. ഓക്കെ, ഇനി ഇമേജ് വെർച്വലും ഡിമിനിഷ്ഡും ആണെങ്കിൽ ഏത് മിററായിരിക്കും? കോൺവെക്സ് മിററാണ്. ഓക്കെ, വെർച്വലും ഡിമിനിഷ്ഡും ആയിട്ടുള്ള ഇമേജ് ആണെങ്കിൽ കോൺവെക്സ് മിററാണ്. അതേപോലെ റിയൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആണെങ്കിലും ഏത് മിററാണ്? കോൺവെക്സ് മിററാണ്. സോ നമ്മുടെ ഇമേജ് ഡിമിനിഷ്ഡ് ആണ് അല്ലെങ്കിൽ വളരെ ചെറുതാണ് എങ്കിൽ ഏത് മിററായിരിക്കും? കോൺവെക്സ് മിററായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലമാണ്. ദ ഹൈറ്റ് ഓഫ് ആൻ ഒബ്ജെക്റ്റ് കെപ്റ്റ് 12 സെൻറ്റിമീറ്റേഴ്സ് എവേ ഫ്രം എ കോൺകേവ് മിറർ. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഏകദേശം 12 സെൻറ്റിമീറ്റേഴ്സ് ഫ്രം കോൺകേവ് മിററാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ് 12 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. ഈ OB എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ്. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആയിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. Calculate the magnification if an image of height 2.5 cm is formed in front of the mirror. മിററിൻ്റെ മുന്നിൽ തന്നെ, അതായത് ഈ സെയിം സൈഡിൽ തന്നെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ്? ഹൈറ്റ് 2.5 സെൻറ്റിമീറ്റേഴ്സ്. ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്റേഴ്സ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ഏത് മിററാണ്? കോൺകേവ് മിററാണ്. കോൺകേവ് മിററിൻ്റെ ഇമേജ് എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും, അതേപോലെ റിയൽ ആയിരിക്കും, പിന്നെ എന്താണ്? എൻലാർജ്ഡ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ റേ ഡയഗ്രാം വരുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നിഫിക്കേഷനാണ്. ഓക്കെ, സോ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല എന്താണ്? ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ. ഇവിടെ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഇവിടെ ഇമേജിൻ്റെ ഹൈറ്റ് എത്രയാണ്? 2.5 സെൻറ്റിമീറ്റേഴ്സ് ആണ് ഇമേജിൻ്റെ ഹൈറ്റ്. എന്നാൽ ഇവിടെ നോക്കുക, ഇമേജിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ താഴത്തേക്കാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ? സോ ഇമേജിൻ്റെ ഹൈറ്റ് നമ്മൾ നെഗറ്റീവായിട്ട് വേണം എടുക്കാൻ. പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ താഴത്തേക്കുള്ള മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് വേണം എടുക്കാൻ. സോ ഇവിടെ ഇമേജ് ഹൈറ്റ് -2.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സോ -2.5 സെൻറ്റിമീറ്റേഴ്സ് ഡിവൈഡഡ് ബൈ 1 സെൻറ്റിമീറ്റേഴ്സ്. എന്തായിരിക്കും ആൻസർ? -2.5 തന്നെയാണ്. ഇതിന് യൂണിറ്റ് ഇല്ല. കാരണം എന്താ? ഇവിടെ മുകളിലും താഴെയും യൂണിറ്റ് ഉള്ളത് ക്യാൻസലായി പോയി. ഇതൊരു റേഷ്യോയാണ്, റേഷ്യോയ്ക്ക് യൂണിറ്റ് ഇല്ല. സോ ഇവിടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് -2.5
-2.5 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? യൂണിറ്റ് ഇല്ല, പ്രത്യേകം ഓർക്കുക. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു റേഷ്യോയാണ്, സോ ഇതിന് യൂണിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ടൈപ്പ് ഓഫ് മിറർ ഓൾവേസ് ഗീവ് എ വെർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ്? നമുക്ക് എപ്പോഴും വെർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഇമേജ് തരുന്ന മിറർ ഏതാണ്? കോൺവെക്സ് മിററാണ് വെർച്വലും ഇറക്റ്റുമായിട്ടുള്ള, അതേപോലെ ഡിമിനിഷ്ഡും ആയിട്ടുള്ള ഇമേജ് നൽകുന്നത്. ഓക്കെ, ഈസ് ദിസ് ഇമേജ് മാഗ്നിഫൈഡ് ഓർ ഡിമിനിഷ്ഡ്? ഇങ്ങനെ കിട്ടുന്ന ആ ഒരു ഇമേജ്, വെർച്വലും ഇറക്റ്റും ആയിട്ടുള്ള ഇമേജ് മാഗ്നിഫൈഡ് ആയിരിക്കുമോ ഡിമിനിഷ്ഡ് ആയിരിക്കുമോ? ഡിമിനിഷ്ഡ് ആയിരിക്കും. കോൺവെക്സ് മിറർ എപ്പോഴും നമുക്ക് ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജാണ് നൽകുന്നത്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫ്രണ്ട്സ്.